ഫ്രണ്ട്സ്, നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മട്ടർ പനീർ മസാലക്കറി കണ്ടാലോ? അപ്പോൾ ഞാൻ ആവശ്യത്തിന് പനീർ എടുത്തിട്ടുണ്ട്, മട്ടർ എടുത്തിട്ടുണ്ട്. മട്ടർ നമുക്കൊന്ന് പൊളിച്ചെടുക്കാം. ഞാൻ മട്ടർ പൊളിച്ചെടുത്തിട്ടുണ്ട്. മട്ടർ, പിന്നെ ഒരു ഉള്ളി, ഒരു തക്കാളി, 2 പച്ചമുളക് കീറിയത്. ഇനി നമുക്കിതൊന്ന് സീറ്റി അടിച്ചെടുക്കാം. ഒരു 2 സീറ്റി അടിച്ചാൽ മതി കേട്ടോ. സീറ്റി അടിക്കുമ്പോൾ നമുക്ക് ഒരു കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒരു കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കതൊന്ന് സീറ്റി അടിച്ചെടുക്കാം. പിന്നെ നമുക്ക് മസാലക്കൂട്ടൊന്ന് കാണാം. ഇതിനകത്ത് ഇഞ്ചി വെളുത്തുള്ളിയുണ്ട്, പിന്നെ 1 സ്പൂണ് മല്ലിപ്പൊടി, മുളക് പൊടി, മീറ്റ് മസാല, 1/2 സ്പൂണ് കുരുമുളക് പൊടിയും ഗരം മസാലയും, പിന്നെ ഒരു ഏലക്കയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി. പിന്നെ തേങ്ങ നമുക്ക് വറുക്കേണ്ടതില്ല. തേങ്ങ നമുക്ക് പച്ചക്കായിട്ട് അരയ്ക്കുന്നത്. ഈ പൊടി തേങ്ങയും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോഴേക്കും ഇത് കുക്കറിൽ വേവിച്ച മട്ടർ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് ഞാനൊരു ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇതിനകത്തോട്ട് നമുക്കിനി അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് തീയെ വെക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് തിളയ്ക്കുന്നത് വരെ ഒന്ന് വെക്കാം. തിളച്ചതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പനീർ അതിനകത്ത് ഇട്ട് കൊടുക്കാം. ഈ വലിപ്പത്തിൽ ഇഷ്ടമുള്ള പോലെ നമുക്ക് അരിഞ്ഞെടുക്കാം. ഞാൻ അതിനകത്തോട്ട് പനീർ ഇട്ട് കൊടുക്കുന്നുണ്ട്. പനീർ ഇട്ടതിന് ശേഷം നമുക്കൊരു 5 മിനിറ്റ് ഇതൊന്ന് മൂടി വെക്കാം കേട്ടോ. ആ പനീർ ആ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി, പനീറിൽ ഉപ്പും ഒക്കെ പിടിക്കാൻ വേണ്ടി ഒരു 5 മിനിറ്റ് മൂടി വെച്ച് തിളപ്പിച്ചെടുക്കാം. അപ്പോഴേക്കും ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിന് ആവശ്യത്തിനുള്ള ഉള്ളിയും കുറച്ച് പച്ചമുളകും വെളുത്തുള്ളി ഇടിച്ചതും ഒന്ന് ഞാൻ മൂപ്പിച്ചെടുത്തിട്ടുണ്ട് എണ്ണയിൽ. അത് നമുക്കിതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ പനീർ മട്ടർ കറി ആയിട്ടുണ്ട് ഗൈസ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റിയാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ലതാണ്.